അങ്ങനെ കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി നമുക്ക് ഇതിൽ കാണാം. അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വേറെ എവിടെയല്ല, കോവളത്താണ് നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ മൂൺലൈറ്റ് റെസിഡൻസിലാണ് നമ്മൾ റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 4 പേരുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 2 റൂംസ് എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാൽ വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. മേ ബി എന്താണെന്നറിയില്ല, സീസൺ ടൈം അല്ലാത്തത് കൊണ്ടായിരിക്കണം പ്രൈസ് വളരെയധികം കുറച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതായിരുന്നു ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂളാണ്, ഫസ്റ്റ് കാണുന്ന പൂൾ എന്ന് പറയുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ പൂളായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് നേരെ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ബീച്ചും കാണാൻ സാധിക്കും. കാരണം അത്രയ്ക്കും അടുത്തായിരുന്നു നമ്മളെടുത്ത റെസിഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആടുന്ന സാധനത്തിലൊക്കെ അച്ഛനായാലും അതുപോലെ തന്നെ അമ്മയായാലും കുറേ ഇതാടി നമ്മൾ നേരെ ബാത്റൂമിലേക്ക് കയറി നോക്കിയപ്പം നല്ല ഭയങ്കര ഒരു പഴയ കാലത്തെ ഒരു കൈൻഡ് ഓഫ് മോഡലിൽ ഒരു ബാത്ത് ടബൊക്കെ ആയിട്ട് ഗ്ലാസും എല്ലാം കൂടെ നല്ല എന്താ പറയുന്നത് ഒരു എസ്തെറ്റിക് പോലെയുള്ള ഒരു ബാത്റൂമാണ് നമ്മളത് കണ്ടത്. അങ്ങനെ റൂമെല്ലാം നോക്കി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ എടുത്ത് മേടിച്ചു. ഉപ്പിലിട്ടതല്ലായിരുന്നു, അതിൽ പിന്നെ ഈ മുളകും സോൾട്ടൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അതും മേടിച്ച് ഇതേ ബീച്ചും കണ്ട് നമ്മൾ നടക്കുന്ന വഴി ഒരുപാട് ഇതുപോലത്തെ കടകളുണ്ടായിരുന്നു. നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല, കാരണം നമുക്കങ്ങനെ വേണം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു നീഡ്സ് എന്ന് പറയാൻ നമ്മളൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.